ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും വിഷുവിൻ്റെ ഒരുക്കത്തിനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും. ഞങ്ങളും അതുപോലെ തന്നെ. അപ്പം നമുക്ക് അതേ കൊന്നപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ കൊന്നപ്പൂ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. കൊന്നപ്പൂ ബാക്കി എന്ത് കുറഞ്ഞാലും കുഴപ്പമില്ല, കൊന്നപ്പൂവ് ഏറെ ഉണ്ടെങ്കിലാണ് ഒരു മനസ്സിനൊരു സംതൃപ്തി വരുന്നത്. എന്താണെന്നൊന്നും അങ്ങനെ അറിയില്ല, എല്ലാവർക്കും തന്നെ അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പ വിച്ചൂട്ടനും ദേവൂട്ടനുമുള്ള കമ്പിത്തിരി, പൂക്കുറ്റി, അങ്ങനെ ചക്രം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീമും കൊണ്ടിട്ടുണ്ടായിരുന്നു ബെറിയുടെ. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ നമ്മൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കുമായിരുന്നു. മാജിക് സ്റ്റിക്ക്, ഇതിനല്ലേ മത്താപ്പൂ എന്ന് പറയുന്നത്. പിന്നെ ചക്രം ഉണ്ടായിരുന്നു, പിന്നെ കമ്പിത്തിരി, പിന്നെ വേറെന്തോ ഒരു സാധനം, ഇങ്ങനെ പടക്കമല്ല, ഇങ്ങനെ പൂക്കുറ്റിയൊക്കെ പോലെ പൊങ്ങുന്ന ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ ആയിട്ട്, അതെ ഈ സാധനം, അതിൻ്റെ പേരെനിക്കറിയില്ല. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ തലേദിവസം കൊണ്ടുതരാമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വിഷുവിനേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ സിൽക്കോണിലേക്കാണ് പോകുന്നത്. അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളുമൊക്കെ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പിന്നെ പെട്ടെന്നൊന്ന് 7 മണി ആയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. വിച്ചൂട്ടന് ഭയങ്കര ധൃതിയായിരുന്നേ. സമയമായോ, ഇരുട്ടി തുടങ്ങിയോ, നമുക്കത് കത്തിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവനെ സമാധാനിപ്പിച്ചിരുത്തി അങ്ങനെ 7 മണിയായപ്പോൾ പിന്നെ ഞങ്ങളിതൊക്കെ പൊട്ടിക്കാനും ഒക്കെ ഇറങ്ങിയിട്ടോ.
അപ്പോൾ എല്ലാവരും കണിയൊരുക്കുന്നതിനും എല്ലാത്തിനും ഉള്ള തിരക്കിലും ഒക്കെ ആയിരിക്കും. നമ്മുടെ ഒരു വിഷു തലേന്ന് ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.